വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മളും ഇവിടെ തിരക്കേടില്ലാണ്ടൊക്കെ പോകുന്നു. അപ്പം ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. മുമ്പ് ചെയ്ത് യാതൊരുവിധ പരിചയമില്ലാത്തൊരു സംഭവം ആയതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള എല്ലാ കുറവുകളും നിങ്ങൾക്കിതിൽ കാണാൻ പറ്റും. അപ്പം എന്തുകൊണ്ടാണ് ഞാൻ ചെയ്യാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഞാനിങ്ങനെ Q&A ഇട്ടപ്പം ക്വസ്റ്റ്യൻ വന്നതാണ്, ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുമോ എന്നുള്ളത്. എസ്പെഷ്യലി നോർമൽ ജോലിക്ക് പോകുന്ന ഒരു ദിവസത്തെ ചെയ്യുമോ എന്നുള്ളത്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഞാൻ എന്താ ചെയ്യുന്നത്, എന്ത് ജോലിയാണ് ചെയ്യുന്നത്, അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാനൊന്ന് പറയാം. അപ്പോൾ ഞാൻ എഴുന്നേറ്റ് വന്നിരിക്കുന്ന സമയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു 5 മണിയാണ്. അതുകൊണ്ട് ചെറുതായിട്ടൊരു മന്ദത ഉണ്ടാവും. രാവിലെ തന്നെ എനിക്ക് ഇത്ര അങ്ങോട്ട് എനർജി ഒന്നും കിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ വോയിസ് ഓവർ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ രാവിലെ നമ്മൾ എല്ലാവരും ചെയ്യുന്ന പോലെ കാര്യങ്ങളൊക്കെ ചെയ്യും. പിന്നെ കുളി, അത് വിൻ്റർ ആയതുകൊണ്ട് ഉണ്ടാവില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല തണുപ്പാണ്. അപ്പം മോസ്റ്റ്ലി വൈകിട്ടാണ് അങ്ങനെ കുളി പരിപാടികളൊക്കെ. പിന്നെ ഇവിടെ വിൻ്റർ അങ്ങനെ മൊത്തത്തിൽ മാറിയിട്ടൊന്നുമില്ല, ചെറുതായിട്ട് മാറി വരുന്നേ ഉള്ളൂ. സ്പ്രിംഗ് സീസൺ തുടങ്ങിയില്ല എന്ന് പറയാം. അതുകൊണ്ട് തന്നെ അത്യാവശ്യം തണുപ്പുണ്ട് ഇപ്പോഴും. അതുകൊണ്ട് രാവിലെ കുളിച്ച് ഹെയർ ഡ്രൈ ഒക്കെ ചെയ്ത് പോകുക എന്ന് പറഞ്ഞാൽ അതൊരു ചടങ്ങാണ്. പിന്നെ നെക്സ്റ്റ് പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഡ്രസ്സ് സെലക്ട് ചെയ്യണം. അതും ഇവിടെ നമ്മൾ കറക്റ്റ് ആ ഒരു ക്ലൈമറ്റിനനുസരിച്ച് ഡ്രസ്സ് ഇട്ടില്ലെങ്കിൽ നല്ല 8ൻ്റെ പണി കിട്ടും. അതുകൊണ്ട് പുള്ളോവർ തന്നെയാണ് ഇപ്പോഴും ഇടാറ്. പിന്നെ തെർമൽസിൻ്റെ ആവശ്യം വരാറില്ല, കാരണം അങ്ങനെ മഞ്ഞൊന്നും ഇപ്പോൾ പെയ്യുന്നില്ല. അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ ഫുഡിൻ്റെ കാര്യം. ഫുഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഒന്നില്ലെങ്കിൽ തലേ ദിവസം പ്രിപ്പയർ ചെയ്ത് വയ്ക്കും, അതായത് എടുത്ത് വയ്ക്കും ഉണ്ടാക്കിയിട്ട്, അല്ലെങ്കിൽ ഉണ്ടാക്കി വയ്ക്കും. എന്നിട്ട് ആ പോകുന്ന ദിവസം തന്നെ രാവിലെ എഴുന്നേറ്റിട്ടായിരിക്കും പാക്ക് ചെയ്യുന്നത്. ഇന്നിപ്പോൾ കുറച്ച് കാര്യമായിട്ട് നിങ്ങൾക്ക് ഫുഡ് കാണാൻ പറ്റും. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞങ്ങൾക്ക് തലേ ദിവസം ഗസ്റ്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഉണ്ടാക്കിയത് നെയ്ച്ചോറും കോളിഫ്ലവർ കറി, പിന്നെ കുറച്ച് അല്ലറ ചില്ലറ സലാഡ്, കൊറിയാണ്ടർ ചട്നി, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനകത്ത് എല്ലാം ഒന്നും ഇല്ല. ബാക്കി വന്നത് ഞാൻ എൻ്റെ ലഞ്ചിലേക്ക് വേണ്ടി എടുത്തിരിക്കുന്നു. അത്രയേ ഉള്ളൂ. രാവിലെ തന്നെ ഒരു ചൂട് കാപ്പിയൊക്കെ ആയിട്ട് വന്നിരുന്ന് കുടിച്ച് അങ്ങനെ നല്ല കോസി ആയിട്ട് കുറച്ച് സെൽഫ് ടൈമൊക്കെ എടുത്ത് പയ്യെ നമ്മുടെ ആ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യണം എന്ന് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, പക്ഷേ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇത് പറ്റാറില്ല. കാരണം നമ്മുടെ സാഹചര്യം അങ്ങനെ ആയതുകൊണ്ടാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ 2 പേർക്കും ജോലിക്ക് വേണ്ടിയിട്ട് ഇവിടുന്ന് ഒരു ഏകദേശം ഒരു 6 മണിക്കെങ്കിലും ഇറങ്ങണം. അപ്പോഴാണ് നമ്മുടെ ട്രെയിൻ. എനിക്ക് ഇവിടുന്ന് ഒരു 2 ട്രെയിൻ എടുത്തിട്ട് വേണം എൻ്റെ ഓഫീസിലെത്താൻ വേണ്ടിയിട്ട്. നമുക്ക് ഏകദേശം ഓഫീസിലേക്ക് 1.5-2 മണിക്കൂർ ഒരു ട്രെയിൻ ജേണി ഉണ്ട്. അതുകൊണ്ടാണ് നമ്മളുടെ ലൈഫിൽ ഇപ്പോൾ പ്ലാനിങ്ങിന് ഭയങ്കര ഇമ്പോർട്ടൻസ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ തലേ ദിവസം ഫുഡ് എടുത്ത് വയ്ക്കുന്നത്, അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്ത് വയ്ക്കുന്നത്. അപ്പോൾ രാവിലെ ഇങ്ങനെ സെറ്റപ്പടേ എന്ന് പോകാൻ വേണ്ടിയിട്ട് എളുപ്പമായിരിക്കും. മാത്രമല്ല, രാവിലെ കുറച്ച് സമയം നേരത്തെ കിട്ടാൻ വേണ്ടിയിട്ട് നേരത്തെ എഴുന്നേറ്റൂടെ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വരാം. പക്ഷേ എൻ്റെ ഉറക്കത്തിനും ഞാൻ അതിലേറെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ എൻ്റെ അന്നത്തെ ദിവസം പോക്കാണ്. അതുകൊണ്ട് അറ്റ്ലീസ്റ്റ് ഒരു 5 മണി വരെ, അല്ലെങ്കിൽ ഒരു 5:15 വരെ കിടന്നുറങ്ങിയില്ലെങ്കിൽ അന്നത്തെ ദിവസം എനിക്ക് വളരെ നല്ല രീതിയിൽ ഫങ്ഷൻ ചെയ്യാൻ പറ്റില്ല. അപ്പം അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ലഞ്ച് ആൻഡ് ബ്രേക്ക്ഫാസ്റ്റ്. അതും കൂടെ കാണിച്ചു തരാം. പിന്നെ ഈ കാണുന്ന ഈ ഒരു മിൻറ്റിൻ്റെ പ്ലാന്റ് ഇല്ലേ, ഇത് ഞാൻ കൗഫ്ലാൻഡിൽ നിന്ന് വാങ്ങിച്ചു കേട്ടോ. ഇത് കുറച്ച് ദിവസമൊക്കെ ഇരിക്കാറുണ്ട്. കുറച്ച് ദിവസങ്ങളല്ല, എനിക്ക് ഏകദേശം ഒരു 2 ആഴ്ച 3 ആഴ്ച വരെയൊക്കെ ഇങ്ങനെയൊക്കെ തന്നെ ഇരിക്കാറുണ്ട്. അപ്പോൾ ഞാൻ വാങ്ങിക്കുമ്പോൾ ഇങ്ങനെ ഇലയായിട്ട് വാങ്ങിക്കില്ല, അതായത് ഇങ്ങനെ കവറിൽ പാക്ക് ചെയ്തിട്ടുണ്ടാവും, അതായിട്ട് വാങ്ങിക്കില്ല. ഇങ്ങനെ ചട്ടിയിൽ നട്ട രീതിയിലാണ് ഞാൻ വാങ്ങിക്കാറ്. ആൻഡ് നമ്മളുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓട്സാണ്. ഇത് ഓട്സ് എന്ന് പറയാൻ പറ്റുമോ, മ്യൂസ്ലി എന്നൊക്കെ പറയാം. അതായത് കുറച്ച് ഫ്രൂട്ട്സിൻ്റെ ഡ്രൈ ഫ്രൂട്ട്സും പിന്നെ കുറച്ച് നട്ട്സും പിന്നെ റോസ്റ്റഡ് ആയിട്ടുള്ള ഓട്സും ഒക്കെ കൂടെ ഉള്ളൊരു മിക്സാണ്. എനിക്ക് ഓട്സ് അത്ര ഇഷ്ടമുള്ള ഒരാളല്ല ഞാൻ. അതുകൊണ്ട് എനിക്ക് ഇങ്ങനത്തെ ഒരു മിക്സ്, അതായത് മ്യൂസ്ലി ആണെങ്കിൽ എനിക്കിഷ്ടമാണ്. അല്ലാതെ നോർമൽ ഓട്സ് ഉണ്ടല്ലോ, അതെനിക്ക് വലിയ കാര്യമില്ല. ഇപ്പോൾ ഞാൻ കാണിച്ച ഫ്രൂട്ട് മിക്സ് ഇല്ലേ, അതുപോലെ തന്നെ പലതരത്തിലുള്ള മിക്സുകളുണ്ട് കേട്ടോ. അതായത് ഇപ്പോൾ നട്ട്സ് മാത്രമുള്ളതുണ്ട്, അതേപോലെ ചോക്ലേറ്റിൻ്റെ ടേസ്റ്റ് ഉള്ളതുണ്ട്. അങ്ങനെ ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് മ്യൂസ്ലീസ് അവൈലബിൾ ആണ്. ഞങ്ങൾ കൂടുതലും വാങ്ങിക്കൽ കൗഫ്ലാൻഡ്, റെവേ എന്നുള്ള സൂപ്പർ മാർക്കറ്റ്സിൽ നിന്നൊക്കെയാണ്. ഇവിടെ ഇഷ്ടംപോലെ ഓപ്ഷൻസും കാണാറുണ്ട്. അപ്പോൾ ഈ ടേസ്റ്റ് ഇങ്ങനെ മാറി മാറി കഴിക്കുമ്പോൾ രസമുണ്ടല്ലോ. അതിനു വേണ്ടി മാത്രം നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വേറെ മിക്സുകൾ വാങ്ങിക്കാറുണ്ട്. പിന്നെ രാവിലെ തന്നെ നല്ല പുട്ടും ദോശയൊക്കെ
അതൊക്കെ കഴിക്കാനാണ് ഇഷ്ടം പൊതുവേ. പക്ഷെ നമുക്ക് സമയമില്ലാത്തതുകൊണ്ടാണ് നമ്മൾ വീക്ക് ഡേയ്സിൽ ഇങ്ങനെയുള്ള എന്തെങ്കിലും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന റാപ്പോ അല്ലെങ്കിൽ ഓട്സോ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. അതുപോലെ വീക്കെൻഡ്സിൽ നമ്മൾ നമ്മുടെ തനി കേരള ബ്രേക്ക്ഫാസ്റ്റും ഉണ്ടാക്കും. പിന്നെ ഈ ഓട്സ് എങ്ങനെ ഉണ്ടാക്കുന്നു എന്നുള്ളത് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല എന്നെനിക്കറിയാം. അപ്പോൾ ഞാൻ എങ്ങനെ ഉണ്ടാക്കണമെന്ന് പറയാം കേട്ടോ. ജസ്റ്റ് ഓട്സ് ഇട്ട് പിന്നെ പാലൊഴിച്ച് പിന്നെ എന്തെങ്കിലും ഫ്രൂട്ട്സ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നട്ട്സോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടെ കട്ട് ചെയ്തിടും. എന്താണോ നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ഫ്രൂട്ട് എന്താണ് അതിടും. ഇപ്പം ഞാൻ ഇന്ന് സ്ട്രോബെറിയാണ് എടുത്തിരിക്കുന്നത്. ഇത് ഞാൻ ഓൾറെഡി കഴുകി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇപ്പോൾ സ്ട്രോബെറി തന്നെ ഇടണം നിർബന്ധമൊന്നുമില്ല. പഴമാണുള്ളതെങ്കിൽ പഴം ഇടാം. അങ്ങനെ അവൈലബിൾ ആയിട്ടുള്ള എന്ത് ഫ്രൂട്ട്സ് ആണെങ്കിലും ഇടാം. അപ്പോൾ ഒരു രസമാണ് അത് കഴിക്കാൻ വേണ്ടിയിട്ട്. ആൻഡ് ഈ ചെയ്യുന്ന പരിപാടി ഞാൻ തലേ ദിവസം രാത്രി ചെയ്ത് വെക്കാറുണ്ട്. അതുകൊണ്ട് നമുക്കതിനെ ഓവർനൈറ്റ് ഓട്സ് എന്ന് വിളിക്കാം. ആൻഡ് നമുക്കിനി പെട്ടെന്നൊന്ന് റെഡി ആവാം, നമുക്ക് ഓഫീസിൽ പോകണ്ടേ. അപ്പം ഞാനിപ്പം ഫേസിൽ യൂസ് ചെയ്യാൻ പോകുന്നത് സ്നെയിൽ മ്യൂസിയം എന്ന് പറഞ്ഞൊരു സെറാണ്. ഇതിപ്പം ഒരു 3-4 മാസമായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ ഒരു ചെറിയൊരു റിവ്യൂ പോലെ ഞാൻ വേണമെങ്കിൽ പറയാം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ വെതർ ഭയങ്കര ഡ്രൈ വെതറാണ്, നല്ല തണുപ്പാണ്. അതുപോലെ തന്നെ എൻ്റെ സ്കിന്നും നല്ല ഡ്രൈ സ്കിന്നാണ്. അപ്പം എനിക്കിത് യൂസ് ചെയ്തിട്ട് നല്ല എഫക്റ്റീവായിട്ട് തോന്നി. പിന്നെ കൊറിയക്കാരുടെ പോലെ സ്കിൻ കിട്ടുമെന്ന് വെച്ചാൽ അങ്ങനെയൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ ഫേസ് നല്ലൊരു എന്താ പറയുക ഹൈഡ്രേറ്റ് ആയിട്ട് എപ്പോഴും ഇരിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. പക്ഷെ ഞാൻ ഇത് മാത്രമല്ല യൂസ് ചെയ്തത്. ഇനി ഞാൻ ഇതിൻ്റെ കൂടെ മോയ്സ്ചറൈസറും കൂടെ അപ്ലൈ ചെയ്യുന്നുണ്ട്. പിന്നെ മോയ്സ്ചറൈസറായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് സെറാവയുടെ ഈ ഒരു എന്താ പറയുക സൺസ്ക്രീനും കൂടെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു മോയ്സ്ചറൈസറാണ്. ഇതിൻ്റെ വലിയ ബോട്ടിൽ എനിക്ക് വാങ്ങിക്കാമായിരുന്നു. പക്ഷേ എനിക്ക് കുറച്ചും കൂടി കൺവീനിയൻ്റ് ആയിട്ട് തോന്നിയത് ഇങ്ങനെ ഒരു ട്യൂബാണ്. അതുകൊണ്ട് അത് പെട്ടെന്ന് തീരും. അതുമാത്രമേ ഉള്ളൂ അതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അങ്ങനെ ചെയ്യുന്നതൊക്കെ നിങ്ങളെ കാണിച്ച് ചെയ്യുന്നതുകൊണ്ട് ഞാൻ ഇന്ന് സക്സസ്ഫുള്ളി സമയം വൈകിയിരിക്കുകയാണ്. അപ്പം ഞാനിപ്പം അപ്ലൈ ചെയ്യാൻ പോകുന്നത് ലനേഷ് എന്ന് പറഞ്ഞ ഒരു ലിപ് ബാമാണ് കേട്ടോ. ശരിക്കും അത് സ്ലീപ്പിംഗ് ലിപ് ബാമാണ്. പക്ഷേ ഞാനത് രാവിലെയും വൈകിട്ടും രാത്രിയും ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. കാരണം ചുണ്ട് നല്ല ഡ്രൈ ആണ്, നിങ്ങൾക്കിങ്ങനെ പൊട്ടുന്നൊക്കെ ഉണ്ടെങ്കിൽ ഇത് നല്ലൊരു ലിപ് ബാമാണ്. കുറച്ച് പ്രൈസിയാണ്, പക്ഷെ എന്നാലും അത് വേർത്താണ്. വാങ്ങിച്ചതിന് അതിന് ഉപയോഗമുണ്ട്. സത്യം പറഞ്ഞാൽ ഇനി പ്രത്യേകിച്ച് സ്റ്റെപ്പുകളൊന്നുമില്ല. ഈ ഐലൈനർ ഒന്ന് എഴുതുക, പിന്നെ ഇടയ്ക്ക് ലിപ്സ്റ്റിക്ക് ഇടാറുണ്ട്. പക്ഷേ അതും ലിപ് ബാം ഇടുന്നതുകൊണ്ട് ഞാനിപ്പം ഒന്ന് ബ്രേക്ക് ഇട്ടൊക്കെയാണ്. പിന്നെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. ഇനി നമുക്ക് ഫുഡൊക്കെ എടുത്ത് വയ്ക്കാം, വേഗം പോകാം. ഇത്രയൊക്കെ ഉള്ളൂ. നമ്മൾ ഈ പുതിയ വീട്ടിൽ താമസാക്കിയിട്ട് ഏകദേശം 1 മാസം ആവുന്നേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് കറക്റ്റായിട്ടൊരു റൊട്ടീനൊന്നും വന്നിട്ടില്ല. നമ്മൾ തന്നെ ഫർണിച്ചേഴ്സൊക്കെ അസംബിൾ ചെയ്ത് അങ്ങനെ പയ്യെ നമ്മുടെ വീടൊന്ന് സെറ്റായി വരുന്നുള്ളൂ. ആൻഡ് പോകാൻ വേണ്ടിയിട്ട് സോക്സ് ഇടണം, ഷൂ ഇടണം. ഇതൊക്കെ ഒബ്വിയസ്ലി, കാരണം ഇവിടെ അത്യാവശ്യം നല്ല തണുപ്പുണ്ട് പുറത്ത്. പിന്നെ ജാക്കറ്റ് ഇടണം, അങ്ങനെയുള്ള പരിപാടികളൊക്കെ. പിന്നെ ഫുഡ് ഞാൻ എടുത്തു വയ്ക്കുകയാണ്. എപ്പോഴും ഈ ഫുഡ് കൊണ്ടുപോകാറുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും കൊണ്ടുപോകാറില്ല. ഇടയ്ക്ക് ഓഫീസിൽ നിന്നൊക്കെയാണ് കഴിക്കാറ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നാറുണ്ട് കേട്ടോ, ഈ വിൻ്ററിൽ നമ്മൾ ഇടുന്ന ഡ്രസ്സിനൊന്നും പ്രത്യേകിച്ച് വലിയ ഇമ്പോർട്ടൻസ് ഒന്നുമില്ല. കാരണം എങ്ങനെയൊക്കെ നമ്മൾ ഒരുങ്ങി കെട്ടി ഇറങ്ങിയാലും നമ്മൾ ഈ വിൻ്റർ ജാക്കറ്റ് ഇട്ടിട്ടേ പുറത്തിറങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ പിന്നെ എപ്പോഴും നമ്മുടെ ലുക്ക് ഈ ഒരു ലുക്ക് തന്നെയായിരിക്കും. പിന്നെ ഓഫീസിൽ ചെന്നിട്ട് നമ്മൾ ജാക്കറ്റ് കൂരിയിരിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത്രയേ ഉള്ളൂ. ടടാ, നമ്മൾ ഒരുങ്ങിക്കഴിഞ്ഞു. ഇനി നമുക്ക് ഓഫീസിലേക്ക് പോവാം. അപ്പോൾ ശരി, ഇനി നമുക്ക് പുറത്ത് വെച്ചിട്ട് കാണാം. പുറത്തിറങ്ങിയപ്പോൾ അത്യാവശ്യം നല്ല മഴയുണ്ട്. അപ്പം ഞാനിപ്പോഴല്ല സംസാരിക്കണേ, കാരണം എനിക്ക് രാവിലെ സംസാരിക്കാൻ അത്ര കംഫർട്ടബിൾ അല്ലായിരുന്നു. സോ നമുക്കിനി ജോലിക്ക് പോയിട്ട് എനിക്കിവിടെ നിന്ന് ട്രെയിൻ എടുക്കണം, അല്ലെങ്കിൽ ബസ് എടുക്കണം. എന്നിട്ട് വേണം ഇൻ്റർസിറ്റി ട്രെയിൻ പിടിക്കാൻ വേണ്ടിയിട്ട്. IC എന്ന് പറയും ഇവിടെ. സോ അവിടെ എത്തിയിട്ട് ഇനി ബാക്കി കാണിച്ചു തരാം.
ഇവിടെ സോബ്, അതായത് ബസ് സ്റ്റേഷനും പിന്നെ ട്രെയിൻ സ്റ്റേഷനും തൊട്ടടുത്ത് തന്നെയാണ്. ഇപ്പം ഞാൻ പാസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ബസ് സ്റ്റേഷൻ്റെ കുറേ സ്റ്റോപ്പുകളുടെ ഇടയിൽ കൂടെയാണ്. ആൻഡ് ഇതാണ് ട്രെയിൻ സ്റ്റേഷൻ. നമുക്ക് നമ്മുടെ ഫ്ലാറ്റിൽ നിന്ന് കുറച്ച് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ, കുറച്ചേ ഉള്ളൂ. അപ്പം നമ്മളങ്ങനെ ട്രെയിൻ സ്റ്റേഷനിൽ തിരിക്കുകയാണ്. ആൻഡ് ഇപ്പോൾ ഞാൻ കയറാൻ പോകുന്നത് ഒരു ലോക്കൽ ട്രെയിനിലാണ്. ഇവിടെ ആദ്യമായിട്ട് വന്നപ്പോൾ എനിക്കിങ്ങനെ പല പല ട്രെയിനിലൊക്കെ കയറാൻ വേണ്ടിയിട്ട് നല്ല ഇൻട്രസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഞാനിത് നിങ്ങളെയും കൂടെ കാണിച്ചു തരാം. ഇത് ലോക്കൽ ട്രെയിനാണ്. അങ്ങനെ ഞാൻ നമ്മളുടെ മെയിൻ സ്റ്റേഷനിലെത്തി. ഇനി എനിക്കിവിടെ നിന്നൊരു ഇൻ്റർസിറ്റി ട്രെയിൻ എടുത്തിട്ട് വേണം എൻ്റെ ഓഫീസിൻ്റെ സ്ഥലത്തേക്ക് എത്താൻ വേണ്ടിയിട്ട്. അപ്പം ഇൻ്റർസിറ്റി ട്രെയിനിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. അതായത് ICE, ആ ട്രെയിനാണ് ഈ കാണുന്നത്. അത്യാവശ്യം നല്ല ഒച്ച ഉണ്ടായില്ലേ? ഇത് ഭയങ്കര ഹൈ സ്പീഡ് ട്രെയിനാണ് കേട്ടോ. 2 സിറ്റീനെ കണക്ട് ചെയ്താണ് ഇതിൻ്റെ സ്റ്റോപ്പ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഏകദേശം ഒരു 300 km/h ഇത് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ഞാനിപ്പം ആ ട്രെയിനിൻ്റെ ഉള്ളിലാണുള്ളത്. നമുക്കിങ്ങനെ ചെറിയൊരു ടേബിളൊക്കെ ഉണ്ടാവും, നമുക്ക് എന്തെങ്കിലും വെക്കാനൊക്കെ വേണ്ടിയിട്ട്. അതേപോലെ സിറ്റിങ്ങൊക്കെ നല്ല സുഖമായിട്ട് നമുക്കിരിക്കാം, വേണമെങ്കിൽ ഉറങ്ങണമെങ്കിൽ ഉറങ്ങാം. പിന്നെ ഞാൻ കയറിയിരുന്നത് ഒരു സൈലൻറ്റ് സോണിലാണ്. അതായത് പല ബോഗികളിലും പല പല സെക്ഷൻസ് ഉണ്ടാവും. കുട്ടികളായിട്ടിരിക്കുന്ന സെക്ഷൻ ഉണ്ടാവും. അതേപോലെ റെസ്റ്റോറൻറ്റ് ഉണ്ട് ട്രെയിനിൻ്റെ ഉള്ളിൽ തന്നെ. പിന്നെ ഫുഡ് കഴിക്കാനിരിക്കുന്നവർ അതായത് ആ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഫുഡ് വാങ്ങിച്ചിട്ട് നമുക്ക് കഴിക്കാനിരിക്കുന്ന സ്ഥലമുണ്ട്. അതേപോലെ മിണ്ടാതിരിക്കുന്ന ഒരു സ്ഥലവും കൂടിയുണ്ട്, സൈലൻറ്റ് സോൺ എന്ന് പറയും. അപ്പോൾ അങ്ങനെ ഒരു ബോഗിലാണ് ഞാനിന്ന് കയറിയത്. അപ്പോൾ അതുകൊണ്ട് നമുക്കങ്ങനെ ഒച്ചയിൽ സംസാരിക്കാനൊന്നും പാടില്ല അവിടെ. അതുകൊണ്ടാണ് ഞാനിങ്ങനെ മിണ്ടാതിരിക്കുന്നത്. പിന്നെ കയറിയാൽ എൻ്റെ ആദ്യത്തെ പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ട്രെയിനിൻ്റെ ഉള്ളിൽ തന്നെ വൈഫൈ കിട്ടും. നമ്മൾ ഈ ഇൻ്റർസിറ്റി ട്രെയിൻ ടിക്കറ്റ് എടുത്ത് ഈ ഒരു ട്രെയിനിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഫ്രീ വൈഫൈ കിട്ടും. അപ്പോൾ അതായിട്ട് കണക്ട് ചെയ്യുക. പിന്നെ കുറച്ച് നേരം ഇങ്ങനെ യൂട്യൂബൊക്കെ കണ്ട് അല്ലെങ്കിൽ ചുമ്മാ പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ വെറുതെ ഇരിക്കാന്നേ ഉള്ളൂ. പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ ചെറുതായിട്ടൊന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കും. അപ്പോൾ അതൊക്കെയാണ് സാധാരണ ഞാൻ ഈ ഒരു 50-55 മിനിറ്റ്സ് ഇതിൻ്റെ ഉള്ളിൽ ഇരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇത് ഓൾറെഡി ഉണ്ടാക്കുന്നത് ഞാൻ കാണിച്ചു, ഞാൻ പറഞ്ഞില്ലാന്ന് തോന്നുന്നു. അതിൻ്റെ മുകളിൽ കിടക്കുന്ന ആ സീഡ്സ് ഉണ്ടല്ലോ, അത് പംകിൻ സീഡ്സ് ആണ് കേട്ടോ. അപ്പം ആ സ്റ്റെപ്പ് ഞാൻ പറഞ്ഞില്ലായിരുന്നു, അതുകൊണ്ട് ജസ്റ്റ് പറഞ്ഞു എന്നുള്ളൂ. ഇനി എന്താ സീഡ് എന്ന് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവണ്ട. അപ്പം അത്രയേ ഉള്ളൂ. ഇങ്ങനെ ഫുഡൊക്കെ കഴിച്ച് യൂട്യൂബൊക്കെ കണ്ട് നമുക്കിങ്ങനെ കുറച്ച് നേരം കഴിയുമ്പോൾ തന്നെ നമ്മൾ ഓഫീസിലെത്തും. ഇപ്പോൾ വിൻ്റർ സീസൺ കഴിഞ്ഞ് സ്പ്രിങ് ആവാറായതുകൊണ്ട് കുറച്ച് നേരത്തെയൊക്കെ നേരം വെളുക്കുന്നുണ്ട്. പിന്നെ ഇന്ന് ഞാൻ മൊത്തത്തിൽ കുറച്ച് ലേറ്റാണ്, അതും കൂടെ ഉണ്ട്. എന്നാലും ഇത്രയും വെട്ടം വെളിച്ചമൊന്നും ഞാൻ വിൻ്ററിൽ, അതായത് പ്രോപ്പർ വിൻ്ററിൽ പോകുമ്പോൾ ഉണ്ടാവാറില്ല. അതായത് ഏകദേശം ഒരു 5-6 മാസത്തോളം ഒരു ഇരുണ്ട കാലാവസ്ഥയായിരിക്കും രാവിലെ. അതേപോലെ തന്നെ നേരത്തെ സൂര്യൻ അസ്തമിക്കുകയും ചെയ്യും. ഈ ഒരു സ്റ്റേഡിയം ഉണ്ടല്ലോ, ഇത് ഫുട്ബോളൊക്കെ കാണുന്നവർക്ക് മിക്കവർക്കും അറിയാൻ പറ്റും. ഇത് സ്റ്റുട്ട്ഗാർട്ടിലുള്ളൊരു ഫുട്ബോൾ സ്റ്റേഡിയമാണ്. ഒരുപാട് മാച്ചുകൾ ഇവിടെ വെച്ച് നടന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിത് പോകുന്ന വഴിക്ക് ഇങ്ങനെ കാണാറുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ വിചാരിക്കും ഇതിനോട് ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ഇത് കാണുന്നത് ഭയങ്കര ഇഷ്ടമായിരിക്കുമല്ലോ, അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്തുന്നുള്ളൂ. അങ്ങനെ നമ്മൾ എൻ്റെ ഓഫീസിലെത്തിയിട്ടോ. അതായത് ഇപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് ഒരു ടെമ്പററി ഓഫീസിലേക്കാണ്. അതായത് മെയിൻ നമ്മളുടെ ഹെഡ് ഓഫീസ് വേറൊരു സ്ഥലത്താണ്. ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്ന പ്രൊജക്റ്റ് റിലേറ്റഡ് ആയിട്ട് ഒരു സൈറ്റിനടുത്തുള്ളൊരു ടെമ്പററി ഓഫീസിലേക്കാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പം ആദ്യം വരുമ്പോൾ തന്നെ കുറേ ഇമെയിൽസൊക്കെ ഉണ്ടാവും ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ ചെക്ക് ചെയ്ത് പിന്നെ എന്തെങ്കിലും ഞാൻ തലേ ദിവസം എഴുതിയൊക്കെ വെച്ചിട്ടുണ്ടാവും, എന്തെങ്കിലും ചെയ്യാനുണ്ട്, ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്തെങ്കിലും ഓർക്കണം എന്നുണ്ടെങ്കിൽ ഞാനത് എഴുതി വയ്ക്കും. പിന്നെ ആദ്യം ചെയ്യുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഇവിടെ ഒരു വർക്ക് ഡയറി ഉണ്ട്. അതായത് ഞാൻ അന്നന്ന് ചെയ്യുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഇനി ചെയ്യാനുള്ള കാര്യങ്ങൾ ഞാനൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കും. ഇതെങ്ങനെയാണ് ഈ സ്വഭാവം തുടങ്ങിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പഠിച്ചതെല്ലാം ഇംഗ്ലീഷിലാണ്. അതായത് ഇംഗ്ലീഷ് ആയിരുന്നു മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ. പക്ഷേ ജോലിക്ക് കയറിയപ്പോൾ തൊട്ട് ജർമ്മനാണ്. അതുകൊണ്ട് എല്ലാ ദിവസവും എന്തെങ്കിലുമൊക്കെ ഒരു പുതിയ വേർഡ്സ് ഞാൻ പഠിക്കാറുണ്ട്. ആൻഡ് ടെക്നിക്കൽ വേർഡ്സ് എല്ലാം ഞാൻ ഒന്നേന്നേ പഠിച്ചത് മൊത്തം ജർമ്മനിലാണ്. അപ്പം ആ ഒരു
എന്താ ആ ഒരു റൊട്ടീൻ കിട്ടാൻ വേണ്ടിയാണ് ഞാനിങ്ങനെ ഡയറി എഴുതി തുടങ്ങിയത്. ഇപ്പോൾ അത് നല്ലൊരു കാര്യമായിട്ട് തോന്നുന്നു. കാരണം നമ്മളങ്ങനെ പെട്ടെന്നൊന്നും മിസ്സായി പോവില്ല. അതേപോലെ പഠിക്കാനാണെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വേർഡ് കിട്ടാതെ ഇങ്ങനെ ബുദ്ധിമുട്ടുന്ന സിറ്റുവേഷൻസ് ഇപ്പം അങ്ങനെ അധികം വരാറില്ല. ബട്ട് സ്റ്റിൽ ഞാൻ ജർമ്മനിൽ പൊളിയാണ് എന്നല്ല, പക്ഷേ നമ്മുടെ വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കുറച്ച് സ്മൂത്തായിട്ട് പോകാൻ വേണ്ടിയിട്ട് ഈ ഒരു ഹാബിറ്റ് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും ഇങ്ങനെ ജോലിയൊക്കെ ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രൊജക്റ്റ് മാറുമ്പം ആ ഒരു പ്രൊജക്റ്റിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ടാവുമല്ലോ. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ വളരെ നല്ലൊരു കാര്യമായിരിക്കും. കുറച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് ലഞ്ച് ബ്രേക്കൊക്കെ വന്നു. അപ്പോൾ നമ്മൾ കൊണ്ടുവന്ന ഫുഡ് ഞാനൊന്ന് കിച്ചണിൽ പോയിട്ട് ചൂടാക്കി കഴിച്ചു. അപ്പം ഞാനിവിടെ വർക്ക് ചെയ്യുന്നത് അസിസ്റ്റൻറ്റ് പ്രൊജക്റ്റ് മാനേജറായിട്ടാണ്. ഒരു റെയിൽവേ പ്രൊജക്റ്റിന് വേണ്ടിയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. വർക്കിനെ പറ്റി ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, കാരണം അതൊക്കെ കുറച്ച് കോൺഫിഡൻഷ്യലാണ്. അപ്പം എനിക്ക് ഉച്ചയ്ക്ക് ശേഷം ഒരു സൈറ്റ് വിസിറ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ വീട്ടിലേക്ക് തിരിച്ചു പോന്നു. അപ്പോൾ അങ്ങനെ പോകുന്ന വഴി എടുത്ത ഒരു ആകാശമാണ് ഞാൻ കാണിച്ചത്. ഇടയ്ക്കൊക്കെ ഇവിടുത്തെ ആകാശം കാണാൻ ഭയങ്കര ഭംഗിയാണ്. അപ്പോൾ വീഡിയോ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടുണ്ടെങ്കിൽ താങ്ക് യു സോ മച്ച്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ച്യൂസ്.